കേരള സ്റ്റേറ്റ് യുവജനക്ഷേമ ബോർഡ് നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രമായ വൈഷ്ണവിയുടെ ചിത്രീകരണം അഞ്ചൽ, പനയഞ്ചേരി, കൈതാടി മുതലായ സ്ഥലങ്ങളിൽ നടന്നു. യുവജനക്ഷേമ ബോർഡ് നടത്തിയ സ്ക്രിപ്റ്റ് 2 സ്ക്രീൻ എന്ന ശില്പശാലയിൽ നിന്നും തെരഞ്ഞെടുത്ത തിരക്കഥയാണ് നിർമ്മിക്കപ്പെടുന്നത്. വിഷ്ണു ഗോപാലാണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. കൈതാടിയിൽ നടന്ന പൂജാകർമ്മത്തിന് മുൻ ഡിവൈഎസ്പി GD വിജയകുമാർ ഭദ്രദീപം തെളിയിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച ഡോക്യുമെന്ററിയായ വൈഷ്ണവിയുടെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആനുകാലിക സംഭവ പരമ്പരകളുടെ ചുരുളുകൾ വയ്ക്കുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കലകൾ വളർന്നു വരേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കലകളെയും കലാകാരന്മാരെയും അതേപോലെ തന്നെ കായിക മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഇന്നിപ്പോൾ നമുക്കിടെ എല്ലാ ഒരു കൊച്ചു കൊച്ചു പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും അതേപോലെ തന്നെ വിവിധ കലാമത്സരങ്ങളും പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഒരു കുറവും ഇപ്പോൾ നമുക്ക് വളരെയധികം അനുഭവപ്പെടുന്നു. തീർച്ചയായും ഈ ഡോക്യുമെന്ററി വൈഷ്ണവി എന്ന് പറയുന്ന ഡോക്യുമെന്ററി, വിഷ്ണു ഗോപാൽ സംവിധാനം ചെയ്യുന്ന വൈഷ്ണവി എന്ന ഡോക്യുമെന്ററി പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമായിരിക്കും എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. ഇതിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഭാവുകളും നേരുന്നു. നന്ദി. സിനിമാ താരം ലച്ചു ലക്ഷ്മി, സീരിയൽ മിമിക്രി താരം പ്രദീപ് വൈഗ, സിനിമാ സംവിധായകൻ സജി ഐലറ മുതലായവർ പങ്കെടുത്തു. നമസ്കാരം, ഞാൻ ലക്ഷ്മി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നിർമ്മിക്കുന്ന വിഷ്ണു ഗോപാൽ അങ്കിൾ സംവിധാനം ചെയ്യുന്ന വൈഷ്ണവി എന്ന ഷോർട്ട് ഫിലിമിന് എന്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം, ഞാൻ പ്രദീപ് വൈകിയാണ്. വിഷ്ണു ഗോപാൽ ഡയറക്റ്റ് ചെയ്യുന്ന വൈഷ്ണവി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സിനിമ ആദ്യമായിട്ട് അതൊരു ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാനതിൽ ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നോമിനേഷൻ വന്നതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ ഒരു ചെറിയ സിനിമ എന്ന് പറയുന്നത് പിന്നെ നാളെ നമുക്ക് സമൂഹത്തിനും അല്ലെങ്കിൽ എല്ലാ മേഖലയ്ക്കും പ്രയോജനപ്പെടട്ടെ, അല്ലെങ്കിൽ ഒരുപാട് വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ജീവിതത്തിൽ വലിയ ഭാഗ്യമായി കരുതുകയാണ്. നന്ദി. താങ്ക് യു. അഞ്ചൽ മേഖലയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് യുവജനക്ഷേമ വകുപ്പിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഷോർട്ട് ഫിലിമാണ് വൈഷ്ണവി. ഇത് സംവിധാനം ചെയ്യുന്നത് വിഷ്ണുവാണ്. ഈ പ്രോജക്റ്റിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈജു പൂക്കുട്ടിയും കാർത്തിക ശ്രീരാജുമാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അജി കൃഷ്ണപദം, ഛായാഗ്രഹണം രതീഷ് മംഗലത്ത്, കഥാ സംവിധാനം അനൂപ് ഉമ്മൻ എന്നിവരാണ്. പൂജാ ചടങ്ങിൽ ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി ആശംസകൾ അറിയിച്ചു. ഹായ്, ഞാൻ റസൂൽ പൂക്കുട്ടി. കേരളത്തിലെ കലാകാരന്മാരെ, പ്രത്യേകിച്ചും യുവാക്കളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള യുവജനക്ഷേമ വകുപ്പ് നടത്തിയ തിരക്കഥ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റിന്റെ ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണ്. വൈഷ്ണവി എന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് ശ്രീ വിഷ്ണു ഗോപാലാണ്. വിഷ്ണു എന്നോടൊപ്പം ഒറ്റ എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിലുള്ള പ്രധാന കഥാപാത്രം അഭിനയിക്കുന്നതും എന്റെ ബ്രദർ ശ്രീ ബൈജു പൂക്കുട്ടിയാണ്. ഈ ചിത്രത്തിന് എന്റെ എല്ലാവിധ സ്നേഹാശംസകളും വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.